സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ സോറി സർ, വേദനിച്ചോ? അല്പം ശക്തിയായിട്ട് ഊതിയതാ. ഞാൻ ആരാ സാറേ ആള്? അപ്പോ യഥാർത്ഥത്തിലുള്ള ഗുഡ് നൈറ്റ്. പിടിക്കും പോലെയൊക്കെ അഭിനയിക്കാം. അവള് വിചാരിച്ചാലേ ഇനി രക്ഷയുള്ളൂ. എല്ലാം കഴിഞ്ഞ് കേസിൽ നിന്നൊക്കെ മാറിയ ശേഷം അവളെ അങ്ങ് തീർക്കണം. അത് സാക്ഷി നോക്കിക്കോളും. അതാ വരുന്നു ഭൂമിയിലെ മാലാഖ. നീ എന്നെ അടിച്ചടി, ഞാൻ മരിക്കുന്നവരെ മറക്കാൻ പോകുന്നില്ല. പൂജ, എന്താ? എനിക്കൊരു 5 മിനിറ്റ് പൂജയോട് സംസാരിക്കണം. അയ്യോ തീരെ സമയമില്ലാട്ടോ. പൂജ പ്ലീസ്, ഒരു 5 മിനിറ്റ് പ്ലീസ്. എന്റെ പൂജയല്ലേ? നിന്റെ പൂജയോ? ആരാ നിന്റെ പൂജ? ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിച്ച് കാല് പിടിക്കാനായിട്ട് വന്നതാ ഞാൻ. ആയിക്കോട്ടെ, കാല് പിടിച്ചു. എന്താ പിടിക്കണ്ടേ? തൊട്ടുപോകരുത്. എന്റെ ദേഹത്ത് നീ സ്പർശിക്കരുത്. നിനക്ക് എന്റെ കാല് പിടിക്കണോ അല്ലേ? എന്റെ കാലല്ല നീ ആദ്യം പിടിക്കേണ്ടത്. ജയിലിലൊരാള് കിടപ്പുണ്ട്, വിശ്വനാഥൻ എന്ന പേര്. ആയുസ് മുഴുവൻ എനിക്കും നിനക്കും നമ്മളെപ്പോലെ തന്നെ അനാഥരായിട്ടുള്ള മറ്റൊരുപാട് പേർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നമ്മുടെ അച്ഛൻ. ആദ്യം ചെന്ന് അച്ഛന്റെ കാല് പിടിക്ക. ചെയ്തു പോയതിനൊക്കെ കരഞ്ഞു മാപ്പ് പറയും. എന്നിട്ട് എന്റെ കാല് പിടിക്കാൻ വാ. എടി പൂജേ, എന്റെ ഗതികേട് കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയടി നിന്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്ന. നീ ചാട പറയുന്നോ? വൃത്തികെട്ട ജന്തു. നീ മനസ്സിൽ എന്ത് തന്നെ ആലോചിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കൊല ചെയ്യാൻ കൂട്ടുനിന്ന ആള് ചിന്തകളിലൂടെ എന്നെ കൊല്ലുമായിരിക്കുമെന്ന് എനിക്കറിയാം. പൂജ, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്കറിയില്ല അല്ലേ? ഞാൻ പറയാൻ പോവുന്നതേ ഉള്ളൂ. അത് നിന്നോടല്ല, കോടതിയില്. എന്നിട്ട് നിന്നെ ജയിലിലേക്ക് അയച്ച് അച്ഛനെ പുറത്തു കൊണ്ടുവരും. പൂജ പ്ലീസ്, എന്നോട് അല്പം കരുണ കാണിക്കണം. അർജുനോട് ആ വീഡിയോയുടെ കാര്യം പറയണം. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്തതാണെന്നുള്ള കാര്യം നീ പറയണം. എന്നെ രക്ഷിക്കണം. നിന്നെ നീ ആരോടായി പറയുന്നേ? നിന്നെ ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്തതാണെന്നോ? ഭീഷണിയൊക്കെ തുടങ്ങാൻ പോവുന്നതേ ഉള്ളൂ. പൂജ, പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞുതരാം. എന്താണ്? ആ വീഡിയോയിൽ കണ്ട ആ സ്ത്രീ ആരാണ്? ഞാനെന്ന് പേര് ചോദിച്ചില്ലേ? സത്യമായിട്ടും എനിക്കറിയില്ല പൂജ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയില്ല? ഇല്ല. സാക്ഷിയുടെ പേര് പറഞ്ഞ എന്റെ മരണം സാക്ഷിയുടെ കൈകൊണ്ടായിരിക്കും. എന്ത് സംഭവിച്ചാലും പറയില്ല. പറഞ്ഞോ? നിനക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാഹചര്യം തെളിയും ഇത് പറഞ്ഞാൽ. എനിക്കറിയില്ല പൂജ, ഞാൻ അവരുടെ മുഖം നേരത്തെ കണ്ടിട്ടില്ല. അവരൊക്കെ ഒറ്റ ഗ്യാങ്ങാ. എന്ത് ചെയ്യാനും മടിക്കാത്തവരാ. എന്ത് ചെയ്യാനും മടിക്കാത്തവരപ്പോ നിന്നെ പോലെ വേറെ ഉണ്ടല്ലേ? അപ്പോ യൂണിയനിലുള്ള എല്ലാവരെയും അറിയിച്ചേക്ക്. കോടതിയിൽ വെച്ച് പരസ്പരം കാണാമെന്ന്. പൂജ, നീ അപ്പൊ എന്നെ സഹായിക്കില്ല? നിന്നെ സഹായിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, നിനക്ക് മാത്രം.
വീഡിയോയിൽ കണ്ട പെണ്ണാരാണെന്ന് പറ. കാല് പിടിക്കാൻ വന്ന ഒരു സഹായം ചെയ്യുമെന്ന് കരുതി നീ തീരുമാനിച്ചു നിൽക്കുകയാണല്ലേ? അതില് സംശയമുണ്ടോ? അത് ഇന്നല്ല തീരുമാനിച്ചേ. അച്ഛനെ നീ ജയിലിലാക്കിയില്ലേ, അന്നേ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ നിന്നോട് പകരം ചോദിക്കുമെന്ന്. അന്ന് അറിഞ്ഞില്ല ഒരേ കുടുംബത്തിൽ തന്നെ 2 സാഹചര്യങ്ങളിൽ നമ്മൾ 2 പേരും എത്തുമെന്ന്. ഒരേ കുടുംബത്തിലെത്തുവന്നോ? നീ ഏത് കുടുംബത്തിലാ എത്തിയേ? നീ അർജുന്റെ ഭാര്യയൊന്നും അല്ല. എന്തോ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഭർത്താവും ഭാര്യയുമായിട്ട് അഭിനയിക്കുന്നതല്ലേ? രാഹുകാലം തുടങ്ങിയിട്ടില്ല. അല്ല, ചില പ്രധാനപ്പെട്ട കാര്യങ്ങള് നിന്നോട് പറയാവുന്ന വെച്ചു. രാഹുകാലത്തിന് മുൻപേ തന്നെ പറയാവുന്ന വെച്ചാ സമയം നോക്കിയത്. കുറേ കാലമായി നീ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായത്. ആ സംശയം പൂർണ്ണമായി ഒന്ന് മാറ്റിത്തരാം. ഞാനും അജുവേട്ടനും ഈ കാണിക്കുന്നതൊക്കെ അഭിനയം. ആ സത്യം. ദേ, ഈ താലിയാണ് സത്യം. ഞങ്ങളെ കോൺട്രാക്ട് മാരേജാ. 1 വർഷത്തേക്കാണ് കരാർ. ഞാൻ പലപ്പോഴും 1 വർഷം എന്ന് പറയാറില്ലായിരുന്നോ? ആ 1 വർഷമാണ് ഈ 1 വർഷം കരാറിന്റെ കാലാവധി. അപ്പോ നീ ചോദിക്കും, എന്തിനാണ് കരാറുണ്ടാക്കി ഈ കല്യാണം എന്ന്. അങ്ങനൊരു കല്യാണം കഴിച്ചില്ലെങ്കിൽ അർജുൻ സാറിന്റെ തലയില് നിന്നെ കെട്ടിവെക്കുമായിരുന്നു. നിന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി എന്നെ കല്യാണം കഴിച്ചത്. മുറിയിലെ അർജുൻ സാർ കട്ടിലും ഞാൻ താഴെയാ കിടക്കുന്നത്. ഇനി ഞാൻ എന്തിനാ ഇത് സമ്മതിച്ചേ എന്നുകൂടി പറയാം. നമ്മുടെയല്ല, എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ഫീസായിട്ട് വലിയൊരു തുക സാർ ചോദിച്ചു. അത് കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ലെന്ന് നിനക്കറിയാലോ. ആ സമയത്താ എന്റെ ഭാഗ്യം കൊണ്ട് നീയും സാറുമായി വീട്ടുകാര് വിവാഹം തീരുമാനിച്ചത്. അതോടെ സാർ എന്നെ വിളിച്ചു. കോൺട്രാക്ട് മാരേജ് ചെയ്യുവാണെങ്കിൽ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിത്തരാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ദേ നീയും ഞാനും ഈ വഴിയില് ഇവിടെ നിന്ന് സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയോ? വിശ്വാസമായോ? എന്നാ പിന്നെ പൂജ അങ്ങോട്ട് പോട്ടെ. ദേ, സംശയമൊക്കെ തീർന്നല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. എല്ലാം തീർത്ത് തന്നിട്ടേ ഞാൻ പോവൂ. പൂജ, എനിക്കറിയാമായിരുന്നു എന്തോ വലിയ രഹസ്യം ഇതിന്റെ പുറകിലുണ്ടെന്ന്. എന്തായാലും ഞാൻ അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ നോക്കിക്കോ. നീ എന്നെ കുടുക്കിലാക്കാന്നായിരിക്കും വിചാരിക്കുന്നത്. നടക്കില്ല മോളെ. ശരി, വീണ്ടും കാണാം. ആരാമേ? അനുമോള. അനുമോളെ. മുത്തശ്ശി, മുത്തശ്ശി ഇപ്പൊ ഒറ്റയ്ക്കാണോ? ഞാനും അടുത്ത് മധുവുണ്ട്. എന്താ മോളെ പറ. മുത്തശ്ശി, എനിക്ക് മുത്തശ്ശി മധു ആന്റിയും കാണണം, അത്യാവശ്യമാ. ഞാൻ ലൊക്കേഷൻ മധു ആന്റിക്ക് അയച്ചു കൊടുക്കാം, വേഗം വരണം. എന്താ മോളെ കാര്യം? ഒക്കെ നേരിട്ട് പറയാം മുത്തശ്ശി, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാ. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളോ? അതെ, നേരിട്ട് പറയാം. പൂജ അവളിപ്പോ മാർക്കറ്റിൽ പോയിരിക്കുമല്ലേ? അതെ. മുത്തശ്ശി വേഗം വാ, പ്രധാന കാര്യമായതുകൊണ്ടാ. ഞാൻ അങ്ങോട്ട് വന്ന മാധുരി എനിക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ല. മുത്തശ്ശി എത്രയും പെട്ടെന്ന് ഇനി വരണം. ശരി മോളെ,
മോൾ അവിടെ വെയിറ്റ് ചെയ്യും. ഞാനും മധു ഇറങ്ങിക്കഴിഞ്ഞു. എന്താ അമ്മേ കാര്യം? നമുക്കുടനെ അനുക്കുട്ടി ഒന്ന് കാണണം. എന്തോ അത്യാവശ്യ കാര്യം അറിയിക്കാനാണെന്ന്. നീ ഒന്ന് വേഗം വന്നേ. അതെന്താ അത്യാവശ്യം? എന്താ മോളെ, എന്താ കാര്യം? മുത്തശ്ശി, ആ. മധു ആന്റി, നമ്മൾ അന്വേഷിച്ചിരുന്നതിന്റെ ഉത്തരം കിട്ടി. ഏ? അർജുനും പൂജയും കല്യാണം കഴിച്ചിട്ടില്ല മുത്തശ്ശി. ഇത് നമ്മൾ കുറെ കാലമായിട്ട് പറയുന്നതല്ലേ, പക്ഷെ തെളിയിക്കാൻ പറ്റണ്ടേ മോളെ? തെളിവ് കിട്ടി. അവര് തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു കോൺട്രാക്ട് മാരേജാ. 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് മാരേജ്. പൂജയുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള ഫീസിന് പകരമായിട്ടാ അവൾ 1 വർഷം അവിടെ താമസിക്കുന്നെ. അവര് കിടക്കുന്നത് മുറിയിൽ കട്ടിലും താഴെയുമായിട്ട്. ഛേ, എന്റെ പൊന്നു മോളെ, ആ ത്രില്ലങ്ങ് പോയല്ലോ. അമ്മ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ആന്റി, ഇപ്പോ വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. അയാള് പറഞ്ഞ പിന്നെ മറ്റാരും പറയേണ്ട കാര്യമില്ല. അതാരാ അത്ര വിശ്വസനീയമായ ആള്? ആരാ മോളേത്? പറ. പൂജ. ആര്? പൂജ. പൂജ തന്നെയാ പറഞ്ഞത്. കുറച്ചു നേരത്തെ ഞാൻ അവളെ കണ്ടു. അവളൊക്കെ സമ്മതിച്ചു. നിർത്ത. അമ്മേ, ഇനി ഒന്നും നോക്കാനില്ല. നമ്മൾ കാറ് കയറുന്നു, പോകുന്നു. എല്ലാവരുടെ മുൻപിൽ വെച്ച് അവളെ ചോദ്യം ചെയ്യുന്നു, പറഞ്ഞയക്കുന്നു. പറയാൻ എളുപ്പമാ. ഇതുപോലെ കുറെ ചോദ്യം ചോദിച്ചതാ. അപ്പോഴേക്കും അവൾ എന്തെങ്കിലും മറുപടി പറഞ്ഞ് വിശ്വസിപ്പിക്കും. അവൾ എന്നോട് പറഞ്ഞത് ഉറപ്പായും സത്യവാ. 1 വർഷം കഴിഞ്ഞെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ, അത് നേരാ. പക്ഷേ അത് നമ്മൾ ചോദിക്കുമ്പം അവള് മറ്റെന്തെങ്കിലും പറഞ്ഞു മാറും. അവള് മാറാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താ മതി. അവളെ ദേവിയുടെ മുന്നിൽ നിർത്തി സത്യം ചെയ്യിപ്പിക്കണം. ദേവിയെ തൊട്ട് അവള് കള്ളം പറയില്ല. അതില് അവള് പെട്ടുപോകും. ഉറപ്പായും പെടും. ഇത്ര നാളായിട്ടും ഇങ്ങനെ ഒരു ചിന്ത എന്റെ പൊട്ടബുദ്ധി തോന്നിച്ചില്ലല്ലോ. എങ്ങനെ തോന്നാനാ? പൊട്ട ബുദ്ധിയല്ലേ. അടിപൊളി മോളെ. ദൈവത്തെ തൊട്ട് നമുക്ക് പറയിപ്പിക്കാം. പക്ഷെ മോളെ, ഒരു സംശയം. എന്താ ആന്റി? ഈ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചില കാര്യങ്ങൾക്ക് സത്യം ചെയ്യേണ്ടിയും ആണയിടേണ്ടിയും വന്നിട്ടുണ്ട്. ദൈവത്തെ തൊട്ട് ആണയിടാൻ പറയും. അപ്പൊ ഞാൻ മനസ്സിൽ മനുഷ്യനെ. ആന്റി, ദൈവകാര്യത്തില് അവൾ ഒരു കള്ളത്തരവും കാണിക്കില്ല. എങ്കിൽ പിന്നെ മോളെ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. ചെന്നാൽ ഉടനെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഭയങ്കര കുശാകര ബുദ്ധിക്കാരി തന്നെ. ഓ, നീ ഒന്ന് വേഗം വന്നേ. അവളോട് ഇപ്പൊ തന്നെ ചോദിക്കണം. വാ, കേറ് കേറ്. ഇതില് നീ പെടും പൂജ. ഇന്ന് തന്നെ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്റെ പ്രതികാരം ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. മാധുരി, മാധുരി, ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? എന്താ മധു? ഓ, ഏട്ടത്തിയുടെ പുന്നാര നാത്തുംകുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? അതേതായാലും നന്നായി. എന്താ കാര്യം? പറ മധു. കാര്യം പറയുന്നതിന് അവളെ വിളിക്ക്. ആ പൂജ. എന്താ അച്ഛമ്മേ കാര്യം? കാര്യമൊക്കെ പറയാം. പക്ഷേ ഇന്നത്തോടെ അവളുടെ കൂടെയുള്ള ആ കൂട്ടങ്ങ് നിർത്തിക്കോണം. കാര്യം പറ മധു. എന്താ അമ്മേ? പറയാം. പൂജ. എടി പൂജ, പൂജ ഇങ്ങോട്ട് വാ. മധു, എന്താ മധു കാര്യം? പറയാം. നിങ്ങളുടെ തമ്പുരാട്ടി കുട്ടിയുടെ വീരകഥകള് ഓരോന്നോരോന്നായിട്ട് പറയാം.
കഥാപുരുഷം ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഓ അയ്യോ, വേഗത്തിൽ നടന്നാ പടിക്ക് നോവും. ഇങ്ങോട്ട് നീങ്ങി നിക്കണം. നീങ്ങി ഇങ്ങോട്ട്. എന്താ അച്ഛമ്മ? അയ്യോ, ചോദ്യത്തിലുള്ള കുലീനത നോക്കണേ. എന്ത് സോഫ്റ്റ്നെസ്സാ. എല്ലാ പെരുങ്കള്ളികളുടെയും രീതിയായത്. അവർക്ക് എന്തു പറഞ്ഞാലും ആരും വിശ്വസിച്ചു പോകുന്ന ഒരു മുഖം കാണും, പഞ്ചാര വാക്കുകളും കാണും. കാര്യം എന്താന്ന് പറ മധു. നീ ഇന്ന് അനുക്കുട്ടിയെ കണ്ടോ? കണ്ടു അച്ഛമ്മ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയണം. അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കാം. വേണ്ട, ഞാൻ ചോദിച്ചോളാം. നീയും അർജുനും തമ്മില് കല്യാണം കഴിച്ചോ? കഴിച്ചിട്ടുണ്ട് അച്ഛമ്മ. ഇടി, നീ കള്ള പറയുന്നു. മധു, മധു, ഇത്രയും പേര് ഇവിടെ നിൽക്കല്ലേ, കാര്യം എന്താണെന്ന് പറ. അച്ഛമ്മേ, കാര്യം എന്താന്ന് പറയ്. നീ പ്രിയോട് പറഞ്ഞോ നിന്റെ അർജുന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, കോൺട്രാക്ട് മാരേജ് ആണ്, രണ്ടുപേരും രണ്ട് സ്ഥലത്താ കിടക്കുന്നതെന്നൊക്കെ? പറഞ്ഞു ആന്റി. ഹാ, ദാ കേട്ടില്ലേ കേട്ടില്ലേ? എല്ലാവർക്കും വിശ്വാസമായല്ലോ. ഇവളിന്ന് തന്നെ അറിയേണ്ടത് അറിഞ്ഞു. അല്ല ആന്റി, ഒരാള് ഒരേ കാര്യം നിത്യവും നമ്മുടെ പുറകെ നടന്ന് ചോദിച്ച അവസാനം ക്ഷമ നശിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞു പോവില്ലേ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണെന്ന്. കുറെ കാലമായിട്ട് പ്രിയ പറയുന്നു ഞാനും അജുവേട്ടനും കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടിടത്താ കിടക്കുന്നേന്നൊക്കെ. അത് തെളിയിക്കാനല്ലേ ആന്റി മുറിയിൽ കയറി ഒളിച്ചിരുന്ന്, മുറിയിൽ ക്യാമറ വെച്ചത്, കഥകിന്റെ ഇടയിൽ കൂടി നോക്കിയത്. എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇന്നും പ്രിയ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ എന്റെ ക്ഷമ നശിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ 1 വർഷത്തേക്ക് കോൺട്രാക്ട് മാരേജ് കഴിച്ചവരാണെന്നൊക്കെ. അപ്പോ ഒക്കെ നീ വെറുതെ പറഞ്ഞെന്നാണോ? അതെ അച്ഛമ്മേ. ശരി, നീ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. പക്ഷേ ദേവിയെ തൊട്ട് നീ സത്യം ചെയ്യണം. എന്താ അച്ഛമ്മേ? പറഞ്ഞത് കേട്ടില്ലേ? എന്താ ചെവി പെട്ടെന്ന് അടഞ്ഞുപോയോ? നീ പറയുന്നത് വിശ്വസിക്കാം. നീ പൂജിക്കുന്ന ആ ദേവിയെ തൊട്ട് സത്യം ചെയ്താൽ. മോളെ, എന്റെ മോള് സത്യം ചെയ്, എല്ലാവരും വിശ്വസിക്കട്ടെ. ചെന്ന് സത്യം ചെയ് ചേച്ചി. ആ മോള് വാ. ദേവി, എന്റെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിൽ ദേവി കൂടെ ഉണ്ടായിരുന്നു. ദേവിയുടെ കാലിൽ തൊട്ട് ഞാൻ നമസ്കരിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരുപാട് ജീവിതങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണെന്നറിഞ്ഞ് എനിക്ക് മാപ്പ് തരണം. അങ്ങോട്ട് സത്യം ചെയ്യടി. ആന്റി, അച്ഛമ്മ, അമ്മ, ജീവിതത്തില് ഇന്നേ വരെ ഞാൻ ദൈവത്തെ തൊട്ട് സത്യം ചെയ്തിട്ടില്ല. ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യേയില്ല. ദൈവത്തെ തൊട്ട് സത്യം ചെയ്യുന്നത് പാപമാ. കണ്ടോ കണ്ടോ, മൊടന്ത ന്യായങ്ങൾ പറഞ്ഞ് നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന കണ്ടില്ലേ? ദേവിയെ തൊട്ട് സത്യം ചെയ്യില്ല പോലും. എന്താ മോളെ ഇത്? അപ്പൊ ദേവിയെ തൊട്ട് സത്യം ചെയ്തില്ലേ? സത്യം ചെയ്യണം. സത്യമാണമ്മേ.
ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ദേവിയെ തൊട്ട് സത്യം ചെയ്തിട്ടില്ല. ഞാൻ ചില ആളുകളെ തൊട്ട് സത്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താന്നറിയില്ല, ഞാൻ ആരെ തൊട്ടാണോ സത്യം ചെയ്യുന്നത് അവർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ പിടിപെടും. ഓ ഓരോരോ ഊടായ്പകള്. നീ വെറുതെ ഓരോ ഊടായ്പകൾ പറയണ്ട. ആളെ തൊട്ട് സത്യം ചെയ്ത അവർക്ക് അസുഖം വരും പോലും. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആന്റിയെ തൊട്ട് സത്യം ചെയ്യാം. വേണ്ട വേണ്ട, അതിപ്പോ എനിക്കിപ്പോ അതിന്റെ എന്താ ആന്റി, പേടിയാണോ? ഓക്കെ, എന്നാ ഞാൻ അച്ഛമ്മയെ തൊട്ട് സത്യം ചെയ്യാം. ഷടാ, ഇത് എല്ലാവർക്കും പേടിയാണല്ലോ. സായു മോളെ, ഞാൻ അല്ല പൂജിച്ചി, എനിക്ക് നാളെ എക്സാം തുടങ്ങുക. എന്തായാലും സത്യം ചെയ്യണം അല്ലേ അച്ഛാ? എനിക്ക് ആന്റിയെ തൊട്ട് സത്യം ചെയ്താ മതി. അതുകൊള്ള സത്യം തെളിയുകയും വേണം, എന്നാ നമ്മളെ തൊട്ട് സത്യം ചെയ്യാനും പാടില്ല. ഇവിടെ എല്ലാവരുടെയും പെർഫോമൻസ് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. പെർഫോമൻസിൽ എന്നത്തെയും പോലെ തന്നെ മധുവാന്റെ തന്നെയായിരുന്നു ഏറ്റവും മുന്നിൽ, തൊട്ടു പിന്നിൽ അച്ചമ്മ. അർജുൻ, വെറുതെ ഓരോന്ന് പറഞ്ഞ് ഭാര്യയെ രക്ഷിക്കാൻ നോക്കണ്ട. പക്ഷേ എനിക്കുണ്ടല്ലോ അച്ചമ്മ, എന്തു വന്നാലും എന്റെ ഭാര്യയെ രക്ഷിച്ചേ പറ്റൂ. നീ അവളെ രക്ഷിച്ചോ, പക്ഷേ അതിങ്ങനെ ഓരോ അഭിനയവും നാടകവും ഒന്നും നടത്തിയിട്ടാവരുത്. കൊള്ളാം, അഭിനയത്തിന് ഓസ്കാർ വാങ്ങിച്ച ആള് തന്നെ ഇത് പറയണം. അർജുൻ, ഞങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയണം. ഡാർലിംഗ്, നമുക്ക് ഇവർക്കൊന്ന് തെളിയിച്ചു കൊടുത്താലോ? കണ്ടോ, അഭിനയാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണോ? ഒരു കാര്യമില്ലാതെ ചേർത്ത് പിടിക്കുന്നു. അതെ, സ്നേഹത്തോടെ വസന്തനങ്ങള് ചേർത്ത് പിടിക്കാത്തോണ്ട് ആന്റിക്ക് തോന്നുന്നത്. അർജുൻ, എല്ലാവരുടെ മുന്നിൽ ഈ മോളെ കള്ളിയെ പോലെ നിർത്തിയത് മതിയായില്ലേ? എന്താന്ന് വെച്ച് തെളിച്ചു പറ. ആ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിയട്ടെ. ഓക്കെ, എന്നാ നമുക്ക് മുകളിലേക്ക് പോ. മോളിലേക്കോ? ആ, അവിടെ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വാ വാ വാ. വരണം, വരൂ. എനിക്കറിയാം, ഞാൻ ഈ പൂജയെ കല്യാണം കഴിച്ച് വന്നിറങ്ങിയ ദിവസം മുതല് ഇന്നേ വരെ എല്ലാവരും സംശയത്തിലായിരുന്നു. എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ദാ ഇപ്പൊ തന്നേക്കാം. ഈ പെൻഡ്രൈവിലുണ്ട് നിങ്ങൾ കണ്ട് ബോധ്യപ്പെടേണ്ട ചില വീഡിയോസ്. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? കണ്ടോളൂ.